ഹലോ മുത്തുകളെ സത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. 5 കിങ്ഡം വർഗീകരണത്തെ കുറിച്ചാണ്. നമ്മളെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മളെ 4th ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ജീവികൾ അങ്ങനെ പല ക്രൈറ്റീരിയകളും വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മീൻസ് സിമ്പിൾ ആണ്. അതായത് ലോകത്തുള്ള എല്ലാ സസ്യ ജന്തു ജീവജാലങ്ങളെയും 2 കിങ്ഡം ആക്കി തിരിക്കാം. ഒന്ന് കിങ്ഡം പ്ലാന്റ്, 2 കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്ലാന്റെയും കിങ്ഡം അനിമേലിയയും, അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയ ആൻഡ് കിങ്ഡം പ്ലാന്റ്, ഇങ്ങനെ 2 കിങ്ഡം മാത്രമാണ് ലോകത്തുണ്ടായിരുന്നത് പണ്ട്. അതാരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാൾ ലിനേഴ്സ് ആണ്. പക്ഷേ പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, വേറൊരു ചെങ്ങായി വന്നിട്ട് എന്ത് ചെയ്തു അറിയോ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. കാരണം അവനൊരു പ്രത്യേക ഒരു കാരണം ഉണ്ട് കൊണ്ടുവരാൻ. എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്ത് എത്ര കിങ്ഡം ഉണ്ടായിരുന്നത്? അന്നേ വരെ 2 കിങ്ഡമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കിങ്ഡം പ്ലാന്റെയും 2 കിങ്ഡം അനിമേലിയും. അങ്ങനെ കിങ്ഡം പ്ലാന്റെയും അനിമേലിയും മാത്രം ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാക്ടീരിയ, പാരമീസിയം, മഷ്റൂം, ഈസ്റ്റ് അങ്ങനെയുള്ള ജീവികളൊന്നും നമുക്ക് എവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കിങ്ഡം പ്ലാന്റയിലോ അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ജീവികളാണ്. വെറും ഒരു കോശം മാത്രമുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസംസാ. ഈ പ്ലാന്റ്സ്, അനിമൽസ് എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസാ. അപ്പൊ പ്ലാന്റയിൽ ആരെ കൊണ്ടുപോയി ഉൾപ്പെടുത്താൻ പറ്റില്ല? ബാക്ടീരിയനെ കൊണ്ടുപോയി ഉൾപ്പെടുത്താൻ പറ്റില്ല. അനിമേലിൽ അല്ലെങ്കിൽ പ്ലാന്റയിൽ കൊണ്ടുപോയി ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ബാക്ടീരിയ ഒരു പാവപ്പെട്ട ജീവിയല്ലേ, അപ്പൊ അവൻ എവിടെ ഉൾപ്പെടുത്തും? അതൊരു ചോദ്യമാണ്. പിന്നെ പാരമീസിയം ഒക്കെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അമീബ മറ്റൊരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പൊ ഇവരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലാന്റയിലോ അനിമയിലോ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും? ഇവരൊക്കെ അവഗണിക്കാൻ പറ്റുമോ? പറ്റില്ല. അവഗണിക്കരുത്. അവരെയൊക്കെ പരിഗണിക്കണം. നമ്മൾ പരിഗണിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ചങ്ങായി, നല്ല വിറ്റുള്ള ഒരു ചങ്ങായി, അവന്റെ പേരാണ് വിറ്റാക്കർ. എന്താണ് പേര്? വിറ്റാക്കർ. റോബർട്ട് എച്ച് വിറ്റാക്കർ അഥവാ RH വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു ചങ്ങായി. ഇവനാണ് RH വിറ്റാക്കർ. ഇയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ലോകത്തിലുള്ള എല്ലാ ജീവികളെയും അല്ലെങ്കിൽ എല്ലാ സസ്യജന്തു ജീവജാതികളെയും 5 കിങ്ഡം ആക്കി വർഗീകരിച്ചു. ദാറ്റ്സ് നോൺ ആസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഏതൊക്കെയാണ് ആ കിങ്ഡം എന്ന് അറിയണം. ഏതൊക്കെയാണ് ആ കിങ്ഡം എന്ന് ചോദിച്ചാൽ, ഒന്ന് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കിങ്ഡം പ്ലാന്റ്, 2 കിങ്ഡം അനിമേലിയ. ഓക്കെ, ഇതല്ലാതെ 3 കിങ്ഡം ഉണ്ട്. അതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ടത്. കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ. അപ്പൊ ഏതൊക്കെയാണ് കിങ്ഡം? കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. മൊനീറ, പ്രോട്ടിസ്റ്റ, മുനീറല്ല മൊനീർ. ഓക്കെ, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അങ്ങനെ 5 കിങ്ഡം ആണുള്ളത്. ഓരോന്നിന്റെ പ്രത്യേകതകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം കിങ്ഡം മൊനീറ സിമ്പിൾ ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കും. വളരെ പാവപ്പെട്ട ജീവികളായിരിക്കും. അവരെന്താണ്? പ്രോകാരിയോട്ടുകളാണ്. പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ ആകെ ഒരൊറ്റ കോശയേ ഉള്ളൂ. ആ കോശത്തിന്റെ നടുവിൽ എന്തില്ല? ന്യൂക്ലിയസ് പോലും ഇല്ല. അത്രയും പാവപ്പെട്ടവർ. ഡു നോട്ട് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്. അവർക്ക് എന്തില്ല? അവർക്ക് വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് പോലും ഇല്ല. അത്രത്തോളം പാവപ്പെട്ട ജീവികളാണ് ഇത് പ്രോകാരിയോട്ടുകൾ അല്ലെങ്കിൽ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ട ആളുകൾ. ഓക്കെ, ദേ ഇൻക്ലൂഡ് സം ഓഫ് ദ മോസ്റ്റ് ആൻഷ്യന്റ് ലിവിംഗ് ഓർഗാനിസംസ്. എക്സാമ്പിൾ ബാക്ടീരിയ. അതിൽ ഉൾപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യത്തെ ജീവികൾ ബാക്ടീരിയകളാണ് എന്ത് ചെയ്യുന്നത്? അതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ബാക്ടീരിയകൾ എല്ലാവരും എവിടെയാണുള്ളത്? കിങ്ഡം മൊനീറയിലാണുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ബാക്ടീരിയ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു? അപ്പൊ കിങ്ഡം പ്ലാന്റ് കൊണ്ടുപോയി എഴുതരുത്, വില കളയരുത്. നിങ്ങൾ എന്താ എഴുതേണ്ടത്? കിങ്ഡം മൊനീറ എന്ന് എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടിസ്റ്റകളും എന്താണ്? മോസ്റ്റ് ഓഫ് ദം ആർ യൂണിസെല്ലുലാർ ആണ്. ഏകകോശ ജീവികളാണ്. ഒറ്റ കോശം മാത്രമേ ഉള്ളൂ. ബാക്ടീരിയകൾക്കും അല്ലെങ്കിൽ കിങ്ഡം മൊനീറക്കും എത്ര കോശമേ ഉള്ളൂ? ഒറ്റ കോശമേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രോട്ടിസ്റ്റകൾക്കും എത്ര കോശമേ ഉള്ളൂ? ഒരു കോശമേ ഉള്ളൂ. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മൊനീറിന്റെ ആ ഒരു കോശം ഉണ്ടല്ലോ, ആ ഒരു കോശത്തിന് നടുവിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ആകെ ഒറ്റ കോശമുള്ള, അതിന് ന്യൂക്ലിയസ് പോലും ഇല്ല. അതാണ് മൊനീറിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർ പ്രോകാരിയോട്ട് ആയത്. പക്ഷേ പ്രോട്ടിസ്റ്റകൾക്ക് അങ്ങനെയല്ല. ഒറ്റ കോശമാണെങ്കിലും അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഒരു കോശമാണെങ്കിലും അതിന്റെ ഉള്ളിൽ നടുവിൽ ഒരു ഉണ്ടയുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. സോ ദാറ്റ്സ് നോൺ ആസ് യൂകാരിയോട്ട്. അവരെന്ത് ചെയ്യുന്നു? യൂകാരിയോട്ട് എന്നറിയപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടുകളാണ്. അവരെല്ലാവരും എന്താണ്? മിക്കവരും ഏകകോശ യൂകാരിയോട്ടുകളാണ്. ഓക്കെ, ഇനി അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ദേ ക്യാൻ ബി ഓട്ടോട്രോപ്സ് ഓർ ഹെട്രോട്രോപ്സ്. അവരും ഓട്ടോട്രോപ്സും ആവാം, ഹെട്രോട്രോപ്സും ആവാം. അഥവാ സ്വപോഷികളോ പരപോഷികളോ ആവാം. ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളെ മനുഷ്യന്മാരൊക്കെ പോലെ മറ്റുള്ളവരെ ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കാം. അപ്പൊ നമ്മളൊക്കെ സസ്യങ്ങളെയാണ് ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. അല്ല നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മളെ ബോഡിയിൽ തക്കാളിയും പച്ചമുളകും വല്യുള്ളിയൊക്കെ ഉണ്ടാവും? ഇല്ലല്ലോ. നമ്മൾ സസ്യങ്ങൾ ആശ്രയിക്കുന്നു. അരിക്ക് വേണ്ടിയിട്ടും ഗോതമ്പിനൊക്കെ വേണ്ടിയിട്ട് സസ്യങ്ങൾ ആശ്രയിക്കുന്നു. അതുപോലെ ഇവരെന്താണ്? ഓട്ടോട്രോപ്സും ആവാം, ഹെട്രോട്രോപ്സും ആവാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് കുറെ ലോ
ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നടന്നു പോകാനും ഓടിപ്പോകാനും ചാടിപ്പോകാനൊക്കെ നമുക്കൊരു സ്കെലിട്ടൺ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഒരു അസ്ഥികൂടം ഉണ്ടല്ലോ നമുക്ക്, അതുപോലെ ഇവർക്ക് അസ്ഥികൂടമൊന്നുമില്ല, കാരണം ആകെ ഒരൊറ്റ കോശമേ ഉള്ളൂ. അപ്പൊ പിന്നെ അവരെങ്ങനെ സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ. എന്തൊക്കെയാണ് പേര്? ഫ്ലജല്ല, സീലിയ, കപടപാദം. സ്യൂഡോപോഡിയന്റെ മലയാളമാണ് കപടപാദം. ഫ്ലജല്ല, സീലിയ, കപടപാദം ഇതൊക്കെ ആരുടെ ലോക്കോമോട്ടറി ഓർഗനാണ്? ഇതൊക്കെ ആരുടെ ചലനോപാധികളാണെന്ന് ചോദിച്ചാൽ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ചലനോപാധികളാണ്. ഒരു മാർക്കിന് ചോദിക്കാം കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ചലനോപാധികൾ ഏതെല്ലാം. അപ്പൊ നിങ്ങൾ പറയണം ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ. ഓക്കെ അല്ലേ? പിന്നെ ഇതിനുദാഹരണമാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന. അമീബ, പാരമീസിയം, യൂഗ്ലീന ഒക്കെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റകൾക്ക് ഉദാഹരണം. എന്നാൽ ബാക്ടീരിയകളാണ് കിങ്ഡം മൊനീറക്ക് ഉദാഹരണം. ഇനി അടുത്തത് കിങ്ഡം ഫഞ്ചൈ. ഫഞ്ചൈ അല്ലെങ്കിൽ ഫംഗി എന്നും പറയാം. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെന്താണ്? യൂക്കാരിയോട്സ് ആണ്. അതായത് കോശത്തിന്റെ നടുവിൽ എന്തുണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും. ഇനി ഈ ഇവർ മാത്രമേ, ഈ മൊനീറകൾ മാത്രമേ എന്തുള്ളൂ? പ്രോക്യാരിയോട്ട് ഉള്ളൂ. അതായത് കോശത്തിന്റെ നടുവിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ ടീമും എന്താണ്? യൂക്കാരിയോട്സ് ആണ്. ഓക്കെ, ദാറ്റ് ആർ സാപ്രോഫൈറ്റ്സ് ആണ്. അതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രത്യേകത. ഫംഗൈകൾ മൊത്തം എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്, അഥവാ മൃതഭോജികളാണ്. എന്താ മൃതഭോജികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് ചോദിച്ചാൽ അവര് എന്താണ്? ഈ ചത്തു ചീഞ്ഞിട്ടുള്ള ഓരോ അവശിഷ്ടങ്ങളുണ്ടല്ലോ, അതിൽ നിന്നാണ് അവർ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. ഫുഡിന് വേണ്ടിയിട്ട് അതാണ് എന്ത് ചെയ്യുക? അവരെ ഡിപ്പെൻഡ് ചെയ്യുക. ചത്തു ചീഞ്ഞ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ നോക്കി എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നു. അതായത് മൃതഭോജികളാണ് അവർ, അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് ആണ്. അതാണ് കിങ്ഡം ഫംഗൈന്റെ പ്രത്യേകത. പിന്നെ ദേ ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. അവർക്ക് എന്തില്ല? ക്ലോറോഫിൽ ഒന്നുമില്ല. ഓക്കെ, ഹരിതകണമെന്നും അവരുടെ ബോഡിയിലില്ല. ഇപ്പൊ കൂണ് ഇതിന് ഉദാഹരണമാട്ടോ. കിങ്ഡം ഫംഗൈക്ക് ഉദാഹരണമാണ് ഇത് മഷ്റൂംസ്. ദ എക്സാമ്പിൾസ് മഷ്റൂം ആൻഡ് ഈസ്റ്റ്. മഷ്റൂമും അതുപോലെ തന്നെ പൂപ്പലും ഈസ്റ്റൊക്കെയാണ് ഇതിന് ഉദാഹരണം. പിന്നെ കൂണൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ കൂണൊക്കെ ഒരു പ്ലാന്റ് ആണോ നമുക്ക് തോന്നും, പക്ഷെ പ്ലാന്റ് അല്ല. അതിലെന്തില്ല? ക്ലോറോഫിൽ ഇല്ല, ഹരിതകണമില്ല. ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉദാഹരണം പൂപ്പലുകൾ, ഈസ്റ്റുകൾ. നമ്മൾ ഈ ബ്രെഡൊക്കെ പൂത്ത് കഴിഞ്ഞാൽ ഒരു വെള്ള സാധനം വരൂലേ, അതൊക്കെ ആരാണ്? കിങ്ഡം ഫഞ്ചൈയാണ്. അതൊക്കെ ഒരു ജീവിയാണ് ഇത്ര. എന്തല്ലേ? ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആസ് യൂഷ്വൽ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കിങ്ഡം പ്ലാന്റ് ആണെങ്കിലും അനിമേലിയ ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കും. ഇഷ്ടംപോലെ സെൽസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ബോഡിയിലൊക്കെ ഇഷ്ടംപോലെ സെൽസ് ഉണ്ട്. ആവശ്യത്തിന് അനാവശ്യത്തിന് സെൽസ് ഉണ്ട് അറിഞ്ഞില്ലേ? ഇഷ്ടംപോലെ സെൽസ് ഉണ്ട്. സോ വി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് പ്ലാന്റേയും അനിമേലിയയും. പിന്നെ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട ആഹാരം അവർ തന്നെ ഉണ്ടാക്കും. അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ അവർ യൂക്കാരിയോട്ടാണ്. കാരണം മൊനീറ മാത്രമേ പ്രോക്കാരിയോട്ട് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്താണ്? യൂക്കാരിയോട്ടാണ്. നമ്മളെല്ലാത്തിന്റെയും സെല്ലിന്റെ ഉള്ളിൽ നടുവിൽ ന്യൂക്ലിയസ് ഇല്ലേ? ഉണ്ട്. ഓക്കെ, പിന്നെ ദേ ഹാവ് റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ്. അവർക്ക് എന്തുണ്ട്? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്. പ്ലാന്റ്സിന് റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീവ്സ് ഉണ്ടാവും, വേരുണ്ടാവും, ഇലയുണ്ടാവും, തണ്ടുണ്ടാവും. സ്വാഭാവികം. പിന്നെ ദേ ഗ്രോ ഇൻ സോയിൽ ഓർ വാട്ടർ. അവരെന്ത് ചെയ്യാം? ഒന്നുകിൽ മണ്ണിലോ അല്ലെങ്കിൽ ജലത്തിലോ വളരാം. മണ്ണിൽ വളരുന്ന സസ്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ചുറ്റുവട്ടത്തിലൊക്കെ മണ്ണിൽ വളരുന്ന സസ്യങ്ങളാ. എന്നാൽ ജലത്തിൽ വളരുന്ന സസ്യങ്ങളില്ലേ? ഉണ്ട്. അപ്പൊ മണ്ണിലോ ജലത്തിലോ വളരാം. പിന്നെ അവരാണ് പ്രാഥമിക ഉൽപാദകർ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. കാരണം അവരാണ് നമ്മൾക്കൊക്കെ ഫുഡ് തരുന്നത്. ഓക്കെ, ഇനി കിങ്ഡം അനിമേലിയന്റെ പ്രത്യേകത ഇതേപോലെ തന്നെയാണ്. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടാണ്, ബഹുകോശ യൂക്കാരിയോട്ടുകളാണ്. പിന്നെ പരപോഷികളാണ്, അഥവാ ഹെട്രോട്രോപ്സ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കൂല. നമ്മളെ ബോഡിയിൽ തക്കാളിയും പച്ചമുളകൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. സോ വി ആർ നോൺ ആസ് ഹെട്രോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികൾ. പിന്നെ നമ്മൾക്കും ചലനോപാധികളുണ്ട്. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ചലനോപാധികൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചലിക്കാൻ പറ്റും. ദേ ഹാവ് ലോക്കോമോട്ടറി ഓർഗൻ മാത്രമല്ല, നമുക്ക് എന്തും കൂടി ഉണ്ട്? ഡെഫിനിറ്റ് റിസെപ്റ്റേഴ്സ്, നിയതമായ ഗ്രാഹികളുണ്ട്. റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ സ്വീകരിക്കാൻ നമ്മളെ ബോഡിയിൽ കുറെ ഗ്രാഹികളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു AC റൂമിൽ നിന്നാണ് പഠിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യും. ആ തണുപ്പ് ഫീൽ ചെയ്യാൻ നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ സ്കിന്നിൽ കുറെ ഗ്രാഹികളുണ്ട്. അതുകൊണ്ടാണ് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഇനി എന്താണ്? നേരെ മറിച്ച് നിങ്ങൾ AC ഒക്കെ ഓഫ് ആക്കി, അല്ലെങ്കിൽ ഫാൻ ഒന്നുമില്ല, ഒക്കെ മൊത്തത്തിൽ കറണ്ട് ഒക്കെ പോയി, അപ്പൊ നിങ്ങൾക്ക് ചൂട് എടുക്കൂലേ? അപ്പൊ ചൂട് ഫീൽ ചെയ്യാനും ചൂട് ഗ്രാഹികളുണ്ട് ബോഡിയിൽ. അപ്പൊ ഈ ചൂടും തണുപ്പും, ഇനിയിപ്പോൾ ഒരാളിങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ അവിടെ വേദനിക്കും. ആ വേദനക്കൊക്കെ എന്തുണ്ട്? ഓരോ പ്രത്യേകതരം ഗ്രാഹികൾ ഇവിടെയുണ്ട്. ഇവിടെയുണ്ട്, നമ്മുടെ അനിമൽസിന്റെ ബോഡിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ ഒരു തെങ്ങിനെ പോയിട്ട് 2 കൊടുത്തു. തെങ്ങിന്റെ മണ്ടക്ക് ഇങ്ങനെ തല്ലി, തെങ്ങിന് വേദനിക്കുമോ? ഇല്ല. കാരണം തെങ്ങിന് എന്തില്ല? ഗ്രാഹികളില്ല, വേദനാഗ്രാഹികളില്ല. കവുങ്ങിന് വേദനാഗ്രാഹികളുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഇന്നെ തല്ലിയാൽ എനിക്ക് വേദനിക്കും, കാരണം എനിക്ക് എന്തുണ്ട്? ഗ്രാഹികളുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ദേ റേഞ്ച് ഫ്രം സിമ്പിൾ ഓർഗാനിസം ലൈക്ക് സ്പോഞ്ചസ് ടു കോംപ്ലക്സ് ഓർഗാനിസം ലൈക്ക് ഹ്യൂമൻസ്. ഈ കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്.
മനുഷ്യനുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, പാമ്പുണ്ട്, പഴുതാരയുണ്ട്, ഹിപ്പപ്പൊട്ടാമസുണ്ട്, കണ്ടാമൃഗമുണ്ട്. എന്തിനേറെ പറയുന്നു, വളരെ ലളിത ഘടനയുള്ള സ്പോഞ്ചുകൾ മുതൽ ഭയങ്കര സങ്കീർണ ഘടനയുള്ള മനുഷ്യൻ വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇഷ്ടം പോലെ ജീവികൾ എവിടെയുണ്ട്, കിങ്ഡം അനിമേലിയയിലുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് പോയിന്റുകൾ കൊടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. പിന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് അയച്ചു കൊടുക്കണം. ഉഷാറായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. ക്രിസ്മസ് എക്സാം നമുക്ക് തൂഫാനാക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാച്ചിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാച്ചിൽ വേഗം ജോയിൻ ചെയ്യുക. നമുക്ക് ബാച്ചിലും സൂപ്പറായിട്ട് പഠിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഗുഡ് ബൈ.